യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായിട്ടുള്ള എണ്ണയിൽ വറുത്തിട്ടുള്ള പച്ച മാങ്ങ കൊണ്ടുള്ള വിഭവം എങ്ങനെ ഉണ്ടാക്കുന്നു നോക്കിയാലോ. വെൽക്കം ബാക്ക് ഡിയേഴ്സ്. ഞാനിവിടെ 3 പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ നാരില്ലാത്ത, അധികം ഉടഞ്ഞു പോകാത്ത മാങ്ങ നോക്കി എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം തൊലിയോട് കൂടിയിട്ട് ഇതുപോലെ നീളത്തിലുള്ള കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് ഒരു ചട്ടിയിൽ നല്ലെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്കിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് വറുത്തെടുക്കണം. ഈ മാങ്ങയൊക്കെ ഒന്ന് വെന്ത് കളറൊക്കെ ഒന്ന് മാറി ഈ പതയൊക്കെ ഒന്ന് അടങ്ങി വരുമ്പോൾ നമുക്കിത് കോരി മാറ്റാവുന്നതാണ്. ഇത് അത്യാവശ്യം ക്രിസ്പ് ആയിരിക്കട്ടെ ഈ ഒരു മാങ്ങ വറുത്ത് വരുമ്പോൾ. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ മാങ്ങയുടെ സ്ലൈസസും വറുത്ത് കോരി മാറ്റി വെക്കാം. അതേ എണ്ണയിലേക്ക് നമുക്ക് 12 മുതൽ 15 വരെ ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒന്ന് വറുത്ത് കോരി മാറ്റണം. നിങ്ങളുടെ ഓരോരുത്തരെയും എരിവിനൊക്കെ അനുസരിച്ചിട്ട് ഉണക്കമുളകിൻ്റെ അളവിലൊക്കെ വ്യത്യാസം വരുത്താവുന്നതാണ് കേട്ടോ. ഇനി നമുക്കിത് ചൂടാറാനായിട്ട് സൈഡിലേക്ക് ഒന്ന് മാറ്റി വെക്കണം. ഇനി നമുക്ക് ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ കടുക് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെറുതീയിൽ വെച്ചിട്ട് ഇത് രണ്ടും കൂടി ഒന്ന് വറുത്തെടുക്കാം. ഈ ഒരു കടുക് പൊട്ടി വരുന്നതാണ് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതും ഒന്ന് ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഒരു മിക്സി ജാറിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഉണക്കമുളക്, കറിവേപ്പില, ഉലുവ, കടുക് ഇതെല്ലാം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തൊന്ന് കൊണ്ടുവരികയാണ് വേണ്ടത്. ഇപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ എണ്ണയിൽ വറുത്ത് വെച്ചിട്ടുള്ള പച്ചമാങ്ങയും അതുപോലെ ഈ മസാലയും കൊണ്ട് ഒരു അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ തയ്യാറാക്കിയ മസാല ഒരു പാനിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കായം പൊടി ഇത്ര നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് രണ്ടും കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ചെറുതീയിൽ വെച്ചിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ആ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം ഒന്ന് പോകുന്നവരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. നല്ലൊരു മണമൊക്കെ വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് അതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള മാങ്ങയുടെ സ്ലൈസസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ മസാലയൊക്കെ മാങ്ങയുടെ കഷ്ണങ്ങളിലൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടണം. അതുവരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മസാലയൊക്കെ മാങ്ങയിലേക്ക് അത്യാവശ്യം ഒന്ന് പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ മാങ്ങ വറുത്തിട്ടുള്ള നല്ലെണ്ണയിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 മുതൽ 3 വരെ ടേബിൾ സ്പൂൺ വരെ മാക്സിമം നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി വീണ്ടും ഒന്നുകൂടി അത് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ മസാല വീണ്ടും ഒന്നുകൂടി നന്നായിട്ട് മാങ്ങയിലേക്ക് പറ്റി പിടിച്ച് വരും കേട്ടോ. ഇനി ചെറുതായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇത്ര ഉള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള വറുത്ത മാങ്ങ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള മാങ്ങ അച്ചാറോടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു മാങ്ങ അച്ചാർ എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാതിരിക്കും കേട്ടോ. അതുപോലെ അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ്. ഉപ്പ് ഇനി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കാൻ മറക്കരുത് കേട്ടോ. നന്നായി ചൂടാറിക്കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് ജാറിലേക്ക് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി അച്ചാറാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അന്ന് തന്നെ ഇത് കഴിച്ചു തുടങ്ങാവുന്നതാണ്. പക്ഷേ 4-5 ദിവസത്തിന് ശേഷം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ടേസ്റ്റി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതുവരെ ഇങ്ങനെ മാങ്ങ അച്ചാർ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ എന്തായാലും ട്രൈ ചെയ്യണേ.